ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ പുതിയ മെമ്പറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും നാൾ ഞങ്ങളുടെ യാത്രയ്ക്കുണ്ടായിരുന്ന ഞങ്ങളുടെ ഗാമ ട്രാക്സ് കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ യാത്രയ്ക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഓഫ് റോഡ് പോകാൻ പറ്റുന്ന രീതിക്ക് ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്ത വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ജിമ്നിയാണ്. ഞങ്ങളുടെ യാത്രകൾ കുറച്ച് കംഫോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി ഇറക്കിയ ഉടനെ തന്നെ ഞങ്ങളുടെ ടയർ മാറിയായിരുന്നു. മൊത്തത്തിലുള്ള 5 ടയർ, സ്റ്റെപ്പിന് ഉൾപ്പെടെയുള്ള 5 ടയർ ഞങ്ങൾ ചേഞ്ച് ചെയ്തായിരുന്നു. ഞങ്ങൾ മാറ്റിയിട്ട ടയർ എന്ന് പറയുന്നത് അപ്പോളോയുടെ 225/70 R15 ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ടയറിനേക്കാളും കുറച്ചുകൂടി വീതി കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഇമ്പ്രഷനൊക്കെ തോന്നും കാണുമ്പോൾ തന്നെ. അപ്പോൾ ഈ ടയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ വാറൻറ്റി ഉണ്ട്. 5 വർഷത്തെ വാറൻറ്റി അല്ലെങ്കിൽ 1 lakh കിലോമീറ്റേഴ്സാണ് അവർ പറയുന്നത്. അതിൽ തന്നെ 2 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും ബാക്കി 3 വർഷം എന്ന് പറയുന്നത് സർവീസ് വാറൻറ്റിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ടയർ ചേഞ്ച് ചെയ്തത്. കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഡോർ ഹിഞ്ച് വെച്ചു. ഇത് നമുക്ക് ലാഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നേട്ടാ, സോ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞില്ല പൊളിക്കോ. അപ്പൊ ഈ 2 സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഇതിൽ ചവിട്ടി നമുക്ക് മുകളിലോട്ട് കാരിയറിലോട്ട് കയറാൻ പറ്റും. നമ്മൾ കാരിയർ വെച്ചില്ല, കാരിയർ ഓർഡർ ചെയ്തേക്കുന്നേ ഉള്ളൂ. വരുമ്പോൾ വെച്ചല്ലേ. അപ്പൊ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കൂടി ആണിത് ചെയ്തേക്കുന്നത്. ഇതിന് കുറച്ച് അടച്ചോട്ടെ. ഓക്കെ, ഫുള്ളായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതെല്ലാം വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് വാച്ച്. ഞങ്ങൾ വണ്ടി ഇറക്കിയിട്ടുള്ള ആദ്യത്തെ യാത്രയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ബേസിക്കലി വരുമ്പോഴത്തേക്കും ധർമ്മപുരിയിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ഇവിടെ നിന്ന് മല്ലപുരമാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരു ഓഫ് റോഡിൽ നമുക്ക് ഒരു മലയുടെ മണ്ടയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു അമ്പലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പോകാം. നമുക്ക് ട്രക്ക് ചെയ്ത് പോകാം. മുന്നേ ട്രക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആൾക്കാർ കുറച്ച് വന്ന് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു വണ്ടി പോകുന്ന റോഡ് ആയി കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രക്കിങ്ങിൻ്റെ സ്ഥലവും കൂടി ഒന്ന് കാണാം. ഇനി വരുന്ന ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഞങ്ങളുടെ ജിമ്നിയെ പറ്റിയും അതുപോലെ ജിമ്നിയിലുള്ള ഞങ്ങളുടെ യാത്രയെ പറ്റിയുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.